സുപ്രഭാതം, ഗുഡ് മോർണിംഗ് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും. ഇപ്പോൾ നടക്കുന്ന 2028 ഫിഫ വേൾഡ് കപ്പ് മഹാമഹം അല്ല ലോക ഫുട്ബോളിൻ്റെ മാമാങ്കം ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ ഇന്നലെ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിനായിരുന്നു അടിച്ച് ഫ്രാൻസ് ജയിക്കുകയും ചെയ്തു. സ്കോർ കാണുന്ന പോലെ 2-0 ജയിച്ചതാണെങ്കിലും ആധികാരികമായിട്ടുള്ളൊരു വിജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ബോൾ പൊസിഷൻ മൊറോക്കോൻ്റെ കയ്യിലായിരുന്നു. 50% കുറച്ച് കൂടുതലുണ്ടായിരുന്നു. 52% നോക്കുക. ഫ്രാൻസിൻ്റെ അടുത്ത് 42 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ മൊറോക്കോ വളരെ മോശമായിരുന്നു. ഫ്രാൻസ് 22 ഷോട്ട് അടിച്ചു. അതിൽ 9 ടാർഗറ്റിൽ കയറി, 2 ഗോളാവുകയും ചെയ്തു. ആ ഒരു കാര്യത്തിൽ മൊറോക്കോ വളരെ പിന്നോട്ട് പോയി. ആകെ 5 ഷോട്ടേ അടിച്ചിട്ടുള്ളവർ, അതിൽ 1 ടാർഗറ്റിലെത്തിയുള്ളൂ. പിന്നെ പാസ് ആക്യുറസിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഫ്രാൻസിന് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് ആധികാരികമായിട്ട് തന്നെ ജയിച്ചു. ഇതിൽ എംബാപ്പയ്ക്ക് കിട്ടിയ ഒരു പെനാൾട്ടി അതങ്ങേര് മിസ്സാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എംബാപ്പയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഷോട്ടാണ്. വളരെ കാഷ്വലായിട്ടുള്ള ഒരു ഷോട്ട്. അത് അവരുടെ ഗോൾ കീപ്പർ പിടിച്ചു. അത് അടിച്ചിരുന്നു വെച്ചെങ്കിൽ ഇന്നലെ അല്ലാതെ ഒരു ഫീൽഡ് ഗോൾ അടിച്ചിരുന്നു. നല്ലൊരു ഗോളാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ഫീൽഡ് ഗോളായിരുന്നു. അങ്ങനെ എംബാപ്പയും മെസ്സിയുടെയും ഈ വർഷത്തെ വേൾഡ് കപ്പിൽ 8 ഗോളായി. എർലിംഗ് ഹാളൻഡ് 7 ഗോളായിട്ട് തൊട്ട് പിന്നിലുണ്ട്. ഹാരി കെയ്ൻ 6 ഗോളായിട്ട് അതിന് താഴെയുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ തന്നെ ഉസ്മാനെ ഡെമ്പല് 5 ഗോളുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് വേൾഡ് കപ്പിലുണ്ട്. അപ്പോൾ ഇന്നലെ എംബാപ്പെ ആ പെനാൽറ്റി അടിച്ചിരുന്നു വെച്ചെങ്കിൽ 9 ഗോളായാലും എന്തു ആയിക്കോട്ടെ, കളിയിൽ ആധിപത്യം പുലർത്തി. മൊറോക്കോ ബ്രസീലിന് എതിരെ കളിച്ചതോ അല്ലെങ്കിൽ നെതർലാൻഡിന് എതിരെ കളിച്ച ഒരു ഫോമിലോട്ട് വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ക്യാപ്റ്റൻ ഹക്കീമിയൊക്കെ ഷൈൻ ചെയ്തില്ല. അത് അവരുടെ ഒരു ഓഫ് ഡേ ആയിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസിനെ പോലെയുള്ള ഈ വർഷത്തെ ഫ്രാൻസിൻ്റെ ടീമിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമിനും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അപ്പോൾ ആ കളി അങ്ങനെ തീരട്ടെ. അവർക്ക് ഇനി സെമി ഫൈനലിൽ കിട്ടാൻ പോണ സ്പെയിനും ബെൽജിയം തമ്മിലുള്ള കളിയിൽ ജയിക്കുന്നവരായിരിക്കും. ആര് ജയിച്ചു കഴിഞ്ഞാലും ഫ്രാൻസിൻ്റെ കൂടെ കളിച്ച് ജയിക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴേ ഞാൻ പറയുന്നു. അപ്പോൾ സ്പെയിന് ഇതുവരെ എങ്ങനെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. സ്പെയിൻ ആദ്യത്തെ കളി കാബോ വെർഡെ ആയിട്ട് 0-0 സമനിലയായിരുന്നു. അടുത്ത കളി സൗദി അറേബ്യനെ 4-0 തോൽപ്പിച്ചു. ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ കളിയിൽ സ്പെയിൻ ഉറുഗ്വേനെ 1-0 തോൽപ്പിച്ചു. റൗണ്ട് ഓഫ് 32 നോക്കൗട്ട് സ്റ്റേജിൽ ആദ്യത്തെ കളി സ്പെയിൻ ആസ്ട്രിയനെ ആധികാരികമായി 3-0 തോൽപ്പിച്ചു. പ്രീ ക്വാർട്ടർ ഫൈനലിൽ 1 ഗോളടിച്ച് പോർച്ചുഗലിനെ തോൽപ്പിച്ചു. 1 ഗോളെ അടിച്ചില്ലെങ്കിലും സ്പെയിനായിരുന്നു ആ കളി മുഴുവൻ ആധിപത്യം. അപ്പോൾ ഇന്ന് രാത്രി നടക്കാൻ പോണ 12:30 നടക്കുന്ന കളിയിൽ സ്പെയിൻ ബെൽജിയത്തിനെയാണ് നേരിടുന്നത്. ഇനി ബെൽജിയം എങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയെന്ന് നോക്കാം. വളരെ കഷ്ടപ്പെട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ തട്ടിമുട്ടിയൊക്കെയാണ് അവർ വന്നത്. അത്രയും മോശമായിരുന്നു അവരുടെ പെർഫോമൻസ്. ആദ്യത്തെ കളിയിൽ ബെൽജിയം ഈജിപ്റ്റായിട്ട് ഡ്രോ പിടിച്ചു. രണ്ടാമത്തെ കളിയിൽ ബെൽജിയം ഇറാനായിട്ട് ഡ്രോ പിടിച്ചു. അവസാനത്തെ കളിയിൽ ന്യൂസിലാൻഡിനെ 5-1 തോൽപ്പിച്ചു. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൗട്ടിലോട്ട് പോകണത്. അല്ലെങ്കിൽ റൗണ്ട് എന്താ പറയുക, ഗ്രൂപ്പ് ലെവലിൽ തന്നെ പുറത്താകേണ്ട ടീമാണ്.
അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 5-1 തോൽപ്പിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. റൗണ്ട് ഓഫ് 32-ൽ ബെൽജിയം സെനഗലിനെ തോൽപ്പിച്ചു. ആ കളി എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, 2-0 സെനഗലിൽ ജയിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അവസാനത്തെ 10 മിനിറ്റിൽ 3 ഗോൾ അടിക്കുക. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഫേവറിസം അല്ലെങ്കിൽ റഫറിമാർ സഹായിച്ചില്ലേ എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് പോലും തോന്നിയതാണ്. അങ്ങനെ സെനഗലിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് അവർ പ്രീ ക്വാർട്ടറിൽ വരുന്നത്. പ്രീ ക്വാർട്ടറിൽ പക്ഷേ അവർ ആധികാരികമായിട്ട് യു എസ് എയിൽ തന്നെ 4-1 തോൽപ്പിച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ മൊത്തം കളിയിൽ ആധികാരികമായിട്ട് 2 കളിയെ അവർ ജയിച്ചിട്ടില്ല. ഒന്ന് ന്യൂസിലാൻഡ്, തീരെ ദുർബലരായ ന്യൂസിലാൻഡിനെ 5-1 തോൽപ്പിച്ചു. പ്രീ ക്വാർട്ടർ ഫൈനലിൽ അമേരിക്കനെ 4-1 തോൽപ്പിച്ചു. ബാക്കി കളികളൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്പെയിൻ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ടീമിലെ കളിക്കാരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെയിനിലെ കളിക്കാരനെയൊക്കെ നമുക്ക് ഏകദേശം എല്ലാവരും അറിയുന്ന യമാലൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പർ എന്തായാലും വിനായ് സൈമൻ ആയിരിക്കും. റൈറ്റ് വിങ് ബാക്ക് ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന പെഡ്രോ. സ്റ്റോപ്പർ ബാക്ക് പാവു കുബാർസി, പിന്നെ ലോപ്രേറ്റ്. ലെഫ്റ്റ് വിങ് ബാക്ക് മാർക്ക് കുക്കുർലെ, നല്ല കളിക്കാരനാണ്. ഇദ്ദേഹവും ഈ പറയുന്ന പോലെ എന്താ പറയുക, റോബർട്ടോ കാർലോസോ അല്ലെങ്കിൽ ഹക്കീമീനെയോ അങ്ങനെയുള്ള ഫോർവേഡ് വരെ കളിച്ച് ഗോൾ അടിക്കുന്ന ടൈപ്പ് ഒരാളാണ്. മിഡ്ഫീൽഡേഴ്സായിട്ട് റോഡ്രി ഉണ്ട്, പെഡ്രി ഉണ്ട്. ഇതല്ലാണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഡാനിയോ ഒലോയ ഉണ്ട്. റൈറ്റ് ഔട്ട് ലാമിനെ യമാലുണ്ട്. ലെഫ്റ്റ് ഔട്ട് അലക്സ് ഒയൻസെ ഉണ്ട്. ഒരേ ഒരു സ്ട്രൈക്കറും ഉള്ളൂ, ഒയർസ ബാൾ എന്നും പറഞ്ഞ്. പുള്ളി ബോക്സിലൊക്കെ കാണാറുണ്ട്. ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു സ്ട്രൈക്കറായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ സ്പെയിനിന് നന്നായിട്ട് ഗോൾ അടിക്കാൻ പറ്റാത്തത്. യമാലൊക്കെ നന്നായിട്ട് കളിക്കേണ്ടതെങ്കിലും അത് ഗോൾ സ്കോറിങ്ങിലോട്ട് എത്തുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കുറവ് ഗോൾ വാങ്ങിച്ചേക്കുന്ന ഒരേ ഒരു ടീം സ്പെയിനാണ്. അതിൻ്റെ മുന്നിലുള്ള അത് കഴിഞ്ഞാണ് ഫ്രാൻസ് പോലും വരുന്നത്. ബാക്കി എല്ലാ ഫ്രാൻസ് 2 ഗോൾ വാങ്ങിച്ചിട്ടുണ്ട്, സ്പെയിൻ 0 ഗോളാണ് ഇതുവരെയുള്ള കളിയിൽ. ഗോൾ വാങ്ങൽ കുറവാണ് ഇവരുടെ. ഗോൾ അടിയാണ് ഇപ്രാവശ്യം കുറവായേക്കണത്. എന്നിരുന്നാലും നല്ല ഒരു ടീമാണ്. ഇവരെ തോൽപ്പിക്കാനായിട്ട് ബെൽജിയത്തിന് പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ബെൽജിയത്തിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈബോട്ടാണ് അവരുടെ ഗോൾ കീപ്പർ. ഡിഫൻഡേഴ്സായിട്ട് ടിമോട്ടി ഉണ്ട്, സെനോ ഉണ്ട്, ആർത്തർ ഉണ്ട്, മാക്സിമുണ്ട്. മിഡ്ഫീൽഡേഴ്സായിട്ട് ഒനാന, യോരി, കെവിൻ. പിന്നെ ഫോർവേഡ് ചാൾസ്, ജെറിമി, ലിയനാർഡോയൊക്കെയാണ്. അതിൽ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു കളി കാണിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂസിലാൻഡിനെതിരെയും അമേരിക്കക്കെതിരെയുമാണ്. സെനഗലിനെയൊക്കെ എങ്ങനെയൊക്കെ തോൽപ്പിച്ചു. അപ്പോൾ ഏത് രീതിയിലെടുത്തു കഴിഞ്ഞാലും സ്പെയിൻ ജയിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഈ പറയണ പോലെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ റൗണ്ട് ഓഫ് 32-ൽ സെനഗലിനെ തോൽപ്പിച്ച പോലെ എന്തെങ്കിലും കലാപരിപാടിയൊക്കെ നടത്തി സ്പെയിനിനെ തോൽപ്പിക്കും. അല്ലാതെ സ്പെയിനിനെ തോൽപ്പിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ബാക്കി കളി കഴിഞ്ഞിട്ട് കാണാം എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.
ഓക്കെ, നല്ല നമസ്കാരം, വീണ്ടും കാണാം.